കുർത്തി കണ്ടോ, ഇതെനിക്കൊരാൾ സ്നേഹത്തോടെ തന്നതാണ്. പക്ഷേ ഇത് എനിക്ക് ഒട്ടും പാകമല്ല, ഭയങ്കര ലൂസാണ്. അതായത് ഇപ്പോഴത്തെ എൻ്റെ ബസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 32 ആണ്, 32. അപ്പോൾ റെഡിമെയ്ഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സ്ട്രാ സ്മോൾ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്താലേ എനിക്ക് അതൊരു കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോൾഡർ താഴെയാണ്, ഹിപ്പിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ലൂസാണ്. പക്ഷേ 2 സ്റ്റിച്ച് കൊണ്ട് ഞാൻ ഈ ടോപ്പിനെ കറക്റ്റ് എൻ്റെ ഭാഗത്തിനാക്കി മാറ്റി കാണിച്ചു തരാം. അതായത് ഷോൾഡർ ഉൾപ്പെടെ തുണി ഒന്നും വെട്ടാതെ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ, ഓടിവാ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ തുണീനെ ചീത്ത വശം മോളി വരുന്ന പോലെ വിരിച്ചിടണം. തയ്യൽ തുമ്പൊക്കെ കാണുന്ന പോലെ വിരിച്ചിടണേ. ഇൻ കേസ് എന്തെങ്കിലും ചുളുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തുകൂടെ എടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വിരിച്ചിട്ടിരിക്കുന്നത് 2 അപ്പോൾ അതിൻ്റെ പകുതി 4 നമ്മൾ മടക്കി വെക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൃത്യം സെൻറ്റർ കിട്ടും. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകൾ കൃത്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കെയിൽ വെച്ച് കാണിക്കുന്നത്. ടേപ്പ് തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സൈഡ് മെഷർ ചെയ്യുമ്പോഴത്തേനും നമുക്കത് കിട്ടുന്ന അളവെന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ 40 ഇഞ്ചാണ് ഇതിൻ്റെ ബസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം, അതായത് 20ൻ്റെ സെൻറ്റർ ഭാഗം 10 ഇഞ്ച് എന്നുള്ളിടത്ത് അതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് 4 മടക്കി വെച്ചോ അളവെടുത്തിട്ടോ നിങ്ങളതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ മാർക്കിങ് ചെയ്ത മാതിരി തന്നെ താഴേക്ക് നമ്മൾ വേസ്റ്റിൻ്റെ അവിടുത്തെയും ഹിപ്പിൻ്റെ അവിടുത്തെയൊക്കെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ പിടിച്ച് വെച്ച് ചെയ്യണമെന്നില്ല. പക്ഷെ ചില തുണികൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് 4 മടക്കി ഫോൾഡൊക്കെ ചെയ്ത് വരാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ വിരിച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് അത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ലൈൻ പോലെ വരച്ചെടുക്കാം. പക്ഷെ ഞാനിവിടെ തൽക്കാലത്തേക്കിന് അങ്ങനെ സെൻറ്റർ ലൈൻ കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഇനിയുള്ള മെയിൻ ആയിട്ടുള്ള മാർക്കിങ് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയേക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെൻറ്ററിലെ ലൈന് വരച്ച് കാണിക്കുന്നില്ല. പക്ഷേ ഈ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ വിട്ടുണ്ടല്ലോ, തോളിൽ വരുന്ന ആ ഭാഗം, അത് എത്ര ഉണ്ടെന്നുള്ളത് ഒന്ന് അളന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ മാർക്കിംഗ് ഉണ്ടല്ലോ, നെക്കിൻ്റെ അടുത്തേക്കും ആയി പോകരുത്, എന്നാൽ സ്ലീവിൻ്റെ അടുത്തേക്കും ആയി പോകരുത്. കൃത്യം സെൻറ്റർ തന്നെ ആയിരിക്കണം. കാരണം നമ്മളിത് അടിക്കുമ്പോൾ, അതായത് നമ്മളിത് ഷോൾഡറിനെ കുറച്ച് കൊടുക്കുമ്പോഴത്തേനും നെക്കിൻ്റെ ഇങ്ങോട്ടേക്ക് അടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് താഴേക്ക് ലൈൻസ് വരച്ച് കൊടുക്കണം. അതായത് നമ്മൾ ആദ്യമേ സെൻറ്റർ ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുത്തല്ലോ, അതും ഇപ്പം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ള മാർക്കിങ് തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം അത് 5 5.5 എന്തോ ആണ്. അത് നമ്മൾ ഷോൾഡറിൽ എന്ന പോലെ തന്നെ താഴേക്ക് മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് സ്വല്പ സമയം എടുത്താണെങ്കിലും മാർക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. കാര്യം തയ്ച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്ത് പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് എന്താ പറയുക, മാർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ആ ഗ്യാപ്പുകൾ തമ്മിൽ കൃത്യം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഷോൾഡറിൽ നിന്ന് താഴെ വരേക്കും ഒറ്റ ലൈനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതേ ഗ്യാപ്പ് ഒരു സൈഡിൽ മാത്രമല്ല 2 നമ്മൾ കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ഒരു ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത പോലെ തന്നെ റൈറ്റ് സൈഡിലും കൊടുക്കുക. 5.5 ഇഞ്ചാണ് കേട്ടോ സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സൈഡിലത്തെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് വരെയുള്ള ആ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതേമാതിരി തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ലൈൻസ് ഷോൾഡർ തൊട്ട് അങ്ങ് താഴെ വരേക്കും വരയ്ക്കണം. അപ്പോൾ ആ ഗ്യാപ്പ് കുറഞ്ഞു പോകാതെ കൃത്യമായിട്ട് ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അത് മാർക്ക് ചെയ്തെടുക്കുക. 2 വശത്തും ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരുവിധം തയ്ക്കാൻ അറിയാവുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ മെത്തേഡുകൾ അറിയായിരിക്കും.
പക്ഷെ തയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സൈഡിലത്തെ 2 ലൈൻസും മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആവുക. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഈ ടോപ്പിൻ്റെ ചെസ്റ്റിൻ്റെ ഒരു സൈഡത്തെ വണ്ണം എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ വണ്ണം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റ് കണ്ടുപിടിച്ചതുപോലെ തന്നെ നമ്മൾ ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണവും ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണവും ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ഈ ടോപ്പിനെ നമ്മുടേതായ രീതിയിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ എൻ്റെ ബോഡിയിൽ ബസ്റ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ ഈ 32 എന്ന് പറയുന്നത് ബോഡിയിലുള്ള മെഷർമെൻറ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട്, അതായത് ഒരു ചെറിയ ലൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 34 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ തുണീനെ 2 ആക്കിയാണ് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 34നെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ മതി. സാധാരണഗതിയിൽ നമ്മൾ തുണീനെ 4 ആക്കി മടക്കിയിട്ടിട്ടാണ് വെട്ടാറ്. അതുകൊണ്ട് നമ്മൾ 4 ആക്കിയാണല്ലോ ഹരിക്കാറ്. പക്ഷേ ഇവിടെ 2 ആക്കി മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് 2 ആക്കി ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് 17 ഇഞ്ച് എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എടുത്തല്ലോ ചുരിദാറിൻ്റെ മെഷർമെൻറ്റ്, തയ്ച്ച് വെച്ചിരിക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് 20 ഇഞ്ച് എന്നുള്ളത്. ആ 20ൽ നിന്നും ഈ 17നെ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ട അളവെന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഒരു സൈഡിൽ തന്നെ നമുക്ക് 3 ഇഞ്ചിനെ കുറച്ച് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ 3 ഇഞ്ച് എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ 3 ഇഞ്ചിനെ നമ്മൾ ബാലൻസ് ചെയ്ത് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ചുരിദാറിനൊക്കെ ബാക്ക് സൈഡിൽ ഡാർട്ട് ഇട്ട് കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ടക്ക് ഇട്ട് കൊടുക്കുമല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെയും ഡാർട്ട് പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡാർട്ട് ബാക്കിൽ, ഒരു റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ചെറിയ രീതിയിലൊരു ഡാർട്ടല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡർ തൊട്ട് താഴെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡാർട്ടാണ്. അപ്പോൾ നമുക്ക് ആ കിട്ടിയ ആൻസർ ഇല്ലേ 3 ഇഞ്ച് എന്നുള്ള ഉത്തരം, അതിനെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്ക് 3/4 ഇഞ്ച് എന്നുള്ളത് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ 2 വശത്തും ഓരോ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുത്തല്ലോ. അപ്പോൾ ആ ലൈനിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമായിട്ട് 3/4 ഇഞ്ച് വീതം കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ തന്നെ നമുക്ക് എത്ര കുറഞ്ഞു? 1.5 ഇഞ്ച് കുറഞ്ഞു. അപ്പോൾ ഒരു സൈഡിൽ 1.5 ഇഞ്ചും ഇപ്പുറത്തെ സൈഡിൽ 1.5 ഇഞ്ചും, റൈറ്റ് സൈഡിൽ 1.5 ഇഞ്ചും ലെഫ്റ്റ് സൈഡിൽ 1.5 ഇഞ്ചും. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് എന്നുള്ളത് കുറയുമല്ലോ. അപ്പോൾ ഇത് അടിച്ച് വരുമ്പോൾ 20 വിട്ടുള്ള തുണീനെ നമ്മൾ ഡാർട്ടിട്ട് 3 ഇഞ്ചിൻ്റെ ഡാർട്ടിട്ട് എടുക്കുമ്പോഴേക്കും നമുക്കത് 17 ഇഞ്ച് എന്നുള്ളത് കൃത്യം കിട്ടും. അപ്പം ഞാൻ ഈ 3/4 ഇഞ്ച് എന്നുള്ളത് മൊത്തത്തിൽ കുറയ്ക്കുവാണ്. കാരണം എൻ്റെ ബോഡിക്ക് അത് കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മൊത്തത്തിൽ കുറയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ബസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത പോലെ തന്നെ താഴെ ഷേപ്പിൻ്റെയും ഹിപ്പിൻ്റെയും കാൽക്കുലേഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടുത്തെയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഏകദേശം എന്തോരം നമുക്ക് മൊത്തത്തിൽ കുറയ്ക്കേണ്ടി വരും എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടിട്ട് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ ഒരു ചുരിദാർ ഒരു ലാർജ് സൈസാണ് വേണ്ടിയതെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളെടുത്തിരിക്കുന്നത് ഒരു XL സൈസാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ 2 സൈഡിലത്തെയും 2 ലൈൻസ് വരച്ച് കൊടുത്ത ശേഷം ഓരോ 1/2 ഇഞ്ച് വീതം ഒറ്റ അടിപ്പങ്ങ് കൊടുത്താൽ മതി, കറക്റ്റായിരിക്കും. അപ്പോൾ അതാ കണ്ടില്ലേ, സെൻറ്ററിൽ ഒരു ലൈൻ ഉണ്ട്, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ ലൈൻ വീതം നമ്മൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ലൈനിൽ പിടിച്ച ശേഷം ഈ സൈഡിൽ കണ്ടോ ഒന്നുമില്ല, അതുപോലെ ആ ലൈനിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ അങ്ങ് അടിച്ച് താഴേന്ന് മറ്റേ ഷോൾഡർ വരെ എത്തി ഷോൾഡറിൽ നിന്ന് താഴെ വരെ അടിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബസ് സൈസ് നോക്കി അതിനനുസരിച്ചിട്ട് എന്തോരം വ്യത്യാസത്തിൽ അത് അടിക്കണം എന്നുള്ളത് നോക്കി വെച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ഇതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് എന്താ, സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി കൊടുക്കാറുണ്ട്. പക്ഷേ സൈഡ് ഒതുക്കുമ്പോഴത്തേക്കിനും നമുക്കിപ്പോൾ ഹിപ്പ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തന്നല്ലോ, എൻ്റെ ഹിപ്പിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തുടിഞ്ഞാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ സൈഡ് എത്ര തന്നെ അടിച്ചെന്ന് പറഞ്ഞാലും ആ തുടിഞ്ഞ് നിൽക്കുന്ന അത് മാറത്തില്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ അഴിച്ചിട്ട് സ്ലിറ്റിൻ്റെ വിട്ട് കുറച്ച്
അങ്ങനെ വേണം നമ്മളത് ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മൾ 1 by 1 ആയിട്ട് ഒരു ചുരിദാറിന് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടി തന്നെയാണത്. പക്ഷേ ഈ ഒരു മെത്തേഡ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ടോപ്പ് നിങ്ങളുടെ സൈസിനേക്കാളും 1 or 2 അടുത്ത സൈസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ ഒരൊറ്റ സ്റ്റിച്ചിൻ്റെ കാര്യമേ ഉള്ളൂ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 2 പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ചില പാറ്റേൺസിന് നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ഇതിപ്പോൾ പ്രിൻ്റാണ്, ഈ ക്ലോത്ത് ഫുള്ള് പ്രിൻ്റാണ്, നമ്മൾ സ്റ്റിച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അറിയാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്ക് ഇതിന് സൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റ ലൈൻ പോലെ ഇങ്ങനെ മേളിൽ നിന്ന് താഴെ വരെയുള്ള സ്റ്റിച്ച് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കാണാൻ വൃത്തികേടാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യുന്നതിനകത്ത് വലിയ കാര്യമില്ലല്ലോ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സൈസ് വലുതാകുന്നതിനനുസരിച്ച് ആം ഹോളിൻ്റെ ഡെപ്തും താഴേക്കായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓൾട്രേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഓൾട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ ഇതിൽ പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആം ഹോളിൻ്റെ ഡെപ്ത് താഴെ അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ആ സൈഡൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ വിരിച്ചിട്ടപ്പോൾ 2 സൈഡിൽ മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ, അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേസിങ് വീൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കണക്കിനനുസരിച്ചിട്ട് ഇതേപോലെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ അടിച്ചെടുക്കുക. നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവരാണ് അല്ലെങ്കിൽ ആദ്യമേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെ കുറച്ച് കൊടുക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ പോട്ടെ ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് വെച്ച് അടിച്ച് നോക്കണം. എന്നിട്ട് അത് ഇട്ട് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഐഡിയ കിട്ടും എന്തോരം കുറയ്ക്കണം അല്ലെങ്കിൽ എന്തോരം കൂട്ടണം അതിനെക്കുറിച്ച്. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം നമ്മളത് മെഷീനിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുമേ. അതേപോലെ ഇതിൻ്റെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ണം വെച്ചാൽ പോലും തുണി എവിടെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ തുന്നൽ ജസ്റ്റ് അഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതേപോലെ നിങ്ങൾ പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ശരീരപ്രകൃതം ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു ഡാർട്ട് പോലെ പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വണ്ണം വെക്കുമ്പോഴത്തേന് ഈ ഡാർട്ട് അഴിച്ച് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ സ്ലീവിൻ്റെ ഭാഗവും കൂടെ ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നേ, കണ്ടില്ലേ? അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഷേപ്പിന് അതെടുക്കാൻ വേണ്ടി പറ്റി. പോരാത്തത് എൻ്റെ ഷോൾഡറും കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് സാധാരണ ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ ഭാഗപ്പാടൊരു ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് നിങ്ങൾ മൊത്തത്തിൽ അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ വയറിൻ്റെ അവിടെ മാത്രം ഷേപ്പ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടല്ലോ, 2 സൈഡിലും ലൈറ്റായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുത്തേച്ചാൽ മതിയേ. ഇപ്പം നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഭാഗവും ഷോൾഡറും ഷേപ്പും എല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ.